പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ധ്യാനിക്കാലോ. ഒരു മനുഷ്യൻ അറിയാതെ പ്രധാനമന്ത്രി 5 പൈസയുടെ ചെലവില്ലാതെ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ ധ്യാനം അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം കേദാർനാഥിൽ പോയി ധ്യാനിക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടം. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോ എടുക്കും. ആ വിവേകാനന്ദ കേന്ദ്രം അങ്ങനെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത് RSSകാരാണെന്നുണ്ടെങ്കിൽ RSSകാർക്ക് അറിയാം അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. യുവരാജ് ഗോകുൽ ഓർത്തു നോക്കൂ, ഇവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങോട് തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം. അക്ഷരത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ആ സമയം മുതൽ അനൗദ്യോഗികമായി തുടങ്ങി. 3 സംസ്ഥാനങ്ങൾ അതിനുമ്പ് ജയിക്കാനായി എന്നുള്ള വലിയ ആത്മവിശ്വാസം വനിതാ സംവരണത്തിൽ പാസ്സാക്കാൻ കഴിഞ്ഞു. പിന്നെ G20 ഉച്ചകോടി വിജയിക്കുമെന്ന അക്ഷരത്തിൽ വലിയ പ്രതീതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം വെറുതെ മത്സരിക്കാൻ ഒരു കഥയില്ല എന്നുള്ള ഒരു പെർസെപ്ഷനിൽ 1ാം ഘട്ടം കഴിയുമ്പോഴേക്കും ആ കളി ഒന്നാകെ മാറുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം പ്രവചിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ വരെ ഉണ്ട്. 2014-ലും 19-ലും നമ്മൾ കണ്ടിരുന്നില്ല. അങ്ങനെ അൺസർട്ടൈൻ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 400 പാറോ ഒരുപക്ഷെ കേവല ഭൂരിപക്ഷമോ പോലും ഒരു തുലാസിൽ നിൽക്കുന്നു എന്നൊരാശങ്കയുണ്ടോ യുവരാജ് ഗോകുൽ? BJP ഒറ്റയ്ക്ക് 300+ കടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല ഹാഷ്മി. ഞാൻ ഈ പറയുന്ന ലീഡിംഗ് ആയിട്ടുള്ള പല സഫോളജിസ്റ്റുമാരോടും വളരെയധികം നേരിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻപുട്സ് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഹാഷ്മി. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് 1ാം ഫേസ് വരെ അങ്ങനെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്, പെട്ടെന്ന് സിനാരിയോ മാറി എന്നൊക്കെ പറയുന്നുണ്ട്. സിനാരിയോ മാറാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്താണ് സംഭവിച്ചത്? പുതിയതായിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ശ്രീമതി ലിസ് മാത്യു മാഡം തന്നെ പറയുന്നത് എന്താണ്? നരേന്ദ്രമോദിയുടെ ടോൺ മാറി, അദ്ദേഹം കുറച്ചുകൂടി അഗ്രസീവായി, അദ്ദേഹം ചില കമ്മ്യൂണൽ ഇഷ്യൂസ് ഒക്കെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ പോലും നരേന്ദ്രമോദി ഗിയർ ഷിഫ്റ്റ് ചെയ്തതിനെയാണ് അവര് മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പൊ മാഡം മാത്രമല്ല, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇപ്പൊ ഹാഷ്മി നമ്മൾ തമ്മിലിരുന്ന ചർച്ചകളിൽ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും എടുത്ത് പറഞ്ഞ നരേന്ദ്രമോദി ഈ തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ടോൺ മാറ്റി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് പ്രതിപക്ഷം ഇവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഭയങ്കരമായി സംഭവിച്ചു, ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിക്ക് വിരുദ്ധമായിട്ടൊരു വലിയ വികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചതുകൊണ്ടല്ല. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഗിയർ ചേഞ്ച് ചെയ്തു, അപ്പോൾ അതെന്തോ കാരണം കൊണ്ടാണ് എന്ന് കരുതുന്നതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ 7 ഫേസിൽ പോയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു, വളരെ നീണ്ട ഒരു പ്രോസസ് ആയിരുന്നു. അതിന്റെ അകത്തേക്ക് സ്വാഭാവികമായിട്ട് BJP സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം എറിഞ്ഞു തന്നത് ഒരു ക്ലീൻ ഫുൾ ടോസ് ആയിരുന്നു. അത് മിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാപ്പരത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന മോദിയോട് തന്നെ പോയ കാലങ്ങൾ നോക്കി ഈ 1952 തെരഞ്ഞെടുപ്പിൽ ഇതേവരെ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനമന്ത്രിമാരും പറയാത്തത്ര പച്ചവർഗീയത പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കാലമാണ് പോയ 45 ദിവസം. ഹാഷ്മി, രാഹുൽ ഗാന്ധിയുടെ ഒരു സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹം ഒരിടത്തിരുന്നിട്ട് കൂടിയിരിക്കുന്നവർക്ക് ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളുടെ മക്കള് പല പരീക്ഷകൾക്കും തോൽക്കുന്നത് ഉയർന്ന ജാതിയിലുള്ളവർ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് കൊണ്ടാണ്, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് IIT ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്, IIM ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ഉള്ള തലത്തിൽ പറയുകയാണ്. ഇതിനെ നിങ്ങൾ എന്തായിട്ടാണ് പറയുക? നരേന്ദ്രമോദിജി മറുപടി പറയുന്നുണ്ടെങ്കിൽ ഇവർ ഈ കാസ്റ്റിനെ എടുത്ത് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹം അവർക്ക് എവിടെയാണോ കൊള്ളേണ്ടത് കൃത്യമായി കൊള്ളിച്ച് തന്നെ അദ്ദേഹം മറുപടി പറയും. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാധനത്തിന് അതിന്റെ അതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രോസസ്സാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് വൺ സൈഡ് മാത്രം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അവർ പറയുന്നത് നരേന്ദ്രമോദിജി കന്യാകുമാരിയിൽ പോയിരിക്കുന്നത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആ കടൽ വഴി ചാടി നീന്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്തൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് ഇവർ പറയുന്നത്? മോദിജി എന്തും പറയാമെന്നുള്ളത്. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പറയുന്നു, രാജ്യത്തെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ഈ കഴിഞ്ഞ 15 ദിവസങ്ങളിൽ നരേന്ദ്രമോദി പറഞ്ഞ പ്രസംഗങ്ങളിലെ വാക്കുകൾ ക്രോഡീകരിച്ച ഒരാൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ 232 തവണ കോൺഗ്രസിന്റെ പദാവലി ഉപയോഗിച്ചു. എത്രയോ 100 ചില്ലുവാനം തവണയാണ് മുസ്ലിം, പാകിസ്ഥാൻ, ന്യൂനപക്ഷം എന്ന വാക്കുകൾ. ഈ രാജ്യത്തുള്ള തൊഴിലില്ലായ്മയെ കുറിച്ച്, രാജ്യത്തുള്ള വിലക്കയറ്റത്തെ കുറിച്ച് ഒറ്റ വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ക്രോഡീകരിച്ച ആൾ പറയുന്നത്. എനിക്കറിയില്ല ഈ രാജ്യത്ത് ഇൻഫ്ലേഷൻ അല്ല എന്തിനു പറയണം ഹാഷ്മി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാജ്യത്ത് ഇൻഫ്ലേഷൻ എവിടെയാണ് നിൽക്കുന്നത്? കോൺഗ്രസ് ഭരിച്ചിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഡബിൾ ഡിജിറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ ഇന്ന് 5.something നിൽക്കുന്നത്. അപ്പൊ ഈ രാജ്യത്ത് ഇല്ലാത്തൊരു സാധനത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്തിനാണ് പറയുന്നത്? ഈ രാജ്യം സാമ്പത്തികമായി ഏറ്റവും സുസ്ഥിരമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് GDP-യുടെ ലാസ്റ്റ് ക്വാർട്ടറിലെ GDP എന്താണെന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വർഷത്തെ GDP എന്താണെന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. 8.something ഗ്രോത്ത് നിൽക്കുന്നത്. 6.7 നിൽക്കുന്നു പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് 8 അടുപ്പിച്ച് നിൽക്കുന്നത് സാധനം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ രാജ്യം സുസ്ഥിരമായിട്ട് പൊക്കോണ്ട് പോകുമ്പോൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് എന്തിനാണ് അദ്ദേഹം പറഞ്ഞു? അതൊക്കെ നമ്മൾ നമ്മുടെ നേട്ടങ്ങളായിട്ട് ഇതിനോടൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. നേട്ടങ്ങളായി അവതരിപ്പിച്ച വിഷയങ്ങളിൽ എന്തിനാണ് ഞങ്ങൾ കൺസേൺ പറയുന്നത്? വീണ്ടും പറയുന്നത് സ്വാമി സന്ദീപാനന്ദഗിരി ഇവിടെ ധ്യാനം, വിശ്വാസം, പ്രാർത്ഥന എന്നൊക്കെയുള്ള ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമല്ലേ? അത് പ്രാർത്ഥന കൂടിയാണ്. അപ്പൊ നരേന്ദ്രമോദി ഇപ്പോ ശിവരാജ് പറഞ്ഞതേ ഉള്ളൂ, തെരഞ്ഞെടുപ്പ് കാലമാണ്, വോട്ടിന് വേണ്ടി പലതും പറയും. അപ്പൊ നരേന്ദ്രമോദിക്ക് തെറ്റുപറ്റാത്ത മനുഷ്യരല്ല. അപ്പൊ നരേന്ദ്രമോദി അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ദൈവമേ പ്രധാനമന്ത്രിയല്ലേ, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ധ്യാനിക്കണം. വിളിച്ചമാണ് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ധ്യാനിക്കാലോ.
ഒരു മനുഷ്യൻ അറിയാതെ പ്രധാനമന്ത്രി 5 പൈസയുടെ ചെലവില്ലാതെ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ ധ്യാനം അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആ ആവേശം സിനിമയിൽ നമ്മുടെ രംഗൻ ചേട്ടൻ റീല് തയ്യാറാക്കുന്നത് പോലത്തെ ഒരു റീലായിരിക്കും ഈ ധ്യാനം. ഇത് സനാതന ധർമ്മ വിരുദ്ധമായ ഒരു ധ്യാനമാണ്. ഇതേ ധ്യാനം ഗീതയിൽ പറയുന്നുണ്ട്. ആരുടെ ധ്യാനമാണിത്? അസുരന്മാരുടെ ധ്യാനം. അസുരന്മാർ ഇങ്ങനെയാ ധ്യാനിക്കുക. അവരുടെ ധ്യാനം ഈ വിഷയധ്യാനമാണ്, മറ്റുള്ളവരുടെ നാശം എന്നുള്ള ധ്യാനമാണ്. നിങ്ങൾക്ക് പൊളിറ്റിക്കലി എന്താണ് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും. അല്ലാണ്ട് ഈ സന്ദീപാനന്ദഗിരിയെ പോലുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് ഈ പറഞ്ഞ് വിളിച്ചു പറയുന്നതിനൊക്കെ ഞങ്ങൾ എന്തിനാണ് മറുപടി പറയാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിലിരുന്ന് ധ്യാനിക്കും, അദ്ദേഹം കേദാർനാഥിൽ പോയി ധ്യാനിക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടം. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫോട്ടോ എടുക്കും. ഈ രാഹുൽ ഗാന്ധി 2017 ഗുജറാത്ത് ഇലക്ഷന് മുമ്പായിട്ട് ടെമ്പിൾ റണ്ണ് നടത്തിയപ്പോൾ താങ്കളുടെ വികാരം ഒന്നും കണ്ടില്ലല്ലോ. എവിടെ പോയിരുന്നു താങ്കളുടെ വികാരം? ഞാനത് കണ്ടില്ലല്ലോ. ഈ ടെമ്പിൾ റണ്ണ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ മുഴുവൻ ക്യാമറയും വീഡിയോ ആയിട്ട് പിറകെ ഓടുകയും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പോൾ താങ്കളെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് താങ്കൾ പറഞ്ഞല്ലോ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾക്കെതിരാണെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് DMKയുടെ ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ മകൻ സ്റ്റാലിന്റെ മകൻ സനാതന ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താങ്കൾ ചർച്ചയിൽ വന്നിരുന്ന് സനാതന ധർമ്മത്തിനെ എന്തൊക്കെയാണ് അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ താങ്കൾക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ സനാതന ധർമ്മത്തിന്റെ മൂല്യം വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വിവേകാനന്ദ കേന്ദ്രം അങ്ങനെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത് RSSകാരാണെന്നുണ്ടെങ്കിൽ RSSകാർക്ക് അറിയാം അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. താങ്കളുടെ ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് അതിന്റെ അകത്ത് ആവശ്യമില്ല എന്ന് മാത്രം താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറുപടി തൽക്കാലം സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഉപദേശം BJPക്ക് ആവശ്യമില്ല. അല്ല, അത് വേണ്ടല്ലോ. നമ്മുടെ ഉപദേശം വേണ്ടവരല്ലേ സ്വീകരിക്കുള്ളൂ. ചർച്ച കേൾക്കുന്ന ആളുകൾ അവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവിടെ ഒരു മെഡിറ്റേഷൻ റൂമുണ്ട്. ആ മെഡിറ്റേഷൻ റൂം എന്ന് പറഞ്ഞാൽ അവിടെ സെന്ററിൽ ഒരു ഓമുണ്ട്. അരണ്ട വെളിച്ചമാണ്. നമുക്ക് പരസ്പരം കാണില്ല, തൊട്ടടുത്തിരിക്കുന്ന ആളെ കാണില്ല. നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കാം. ആ വലിയ ബഹള ആൾക്കൂട്ടം ഇല്ലെങ്കിൽ ആളുകൾ അവിടെ ഇരിക്കുന്നത് വളരെ കുറച്ച് പേര്. അവിടെ പോയി കഴിഞ്ഞാൽ ആർക്കാരെ കാണാൻ പാടില്ല എന്നാ താങ്കൾ പറഞ്ഞു വരുന്നത്. താങ്കൾ അവിടെ പോയിട്ടുണ്ടോ? താങ്കൾ അത് കണ്ടിട്ടുണ്ടോ? BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. നരേന്ദ്രമോദിയാണ് ഇവിടെ നറേറ്റീവ് സെറ്റ് ചെയ്തതെന്നാണ്. ഐ ബെഗ് ടു ഡിസഗ്രി വിത്ത് ഇറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ ശരിയാണ്, പല തെരഞ്ഞെടുപ്പിലും BJP ആണ് നറേറ്റീവ് സെറ്റ് ചെയ്യുന്നത്. 2014-ലും 2019-ലും BJP ആണ് നറേറ്റീവ് സെറ്റ് ചെയ്തത്. രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ച പോലത്തെ ഒരു വൺ സൈഡഡ് ഇലക്ഷൻ അല്ല എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചു. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു വോട്ടർ എന്തൊക്കെ സംസാരിച്ചാലും പോളിംഗ് ബൂത്തിൽ ചെന്ന് അവർ ബാലറ്റ് ബോക്സിൽ വോട്ട് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ എന്നുള്ളത് നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ശരിയായിരിക്കും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഡിസൈസീവ് ആൻഡ് സ്ട്രോങ് ഏബിൾ ആയിട്ടുള്ള ഒരു നേതാവ്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ സംസാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ചർച്ച വിഷയം അവരുടെ പല വോട്ടർമാരും ഈ സംസാരത്തിലും ഈ വിഷയങ്ങളിലും അവർക്ക് അതൃപ്തി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോലി അവസരങ്ങളില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? സ്റ്റുഡൻസ്, വെസ്റ്റേൺ UPയിലെ സ്റ്റുഡൻസ് പറയുന്നതാണ്, ഇവിടെ ഞാൻ ഒരു മാസം 25,000 രൂപയാണ് എന്റെ ഫാദർ എന്റെ വാടകയ്ക്ക് വേണ്ടി മാത്രം ചെലവാക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ലാബ് ടെക്നോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എനിക്ക് ജോലി കിട്ടിയ എനിക്ക് മാസം 10,000 രൂപയും. അതുകൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് ഒരു ചാൻസും ഇല്ല. ഇത്തരം കൺസേൺ ആണ് അവർക്ക്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പ്രാവശ്യം അതിനെ അഡ്രസ് ചെയ്തു? BJPയുടെ പ്രകടന പത്രികയിൽ എവിടെയെല്ലാം അൺഎംപ്ലോയ്മെന്റിനെ പറ്റി അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നുണ്ട്? മാഡം, ജാനുവരി 20, 2024 ഈ വർഷത്തെ ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ കമ്പനീസ് മാത്രമായിട്ട് 8.12 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സർവീസ് സെക്ടറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ജോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ ആധികാരികമായിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് വാർത്ത ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിരുന്നത് വർഷം 2 കോടി ജോബ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പനീസ് മാത്രമായിട്ട് ഇവിടെ 8.12 മില്യൺ ജോബ്സ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവരുടെ സ്റ്റഡിയിൽ അവർ പറയുന്നുണ്ട്. 1. 2. ഗവൺമെന്റ് ജോബ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2004 മുതൽ 2013 വരെയുള്ള 9 വർഷ കാലഘട്ടത്തിൽ UPA സർക്കാർ 6 ലക്ഷം ഗവൺമെന്റ് ജോബാണ് പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ടെങ്കിൽ 2014-23 വരെയുള്ള 9 വർഷത്തിനിടയിൽ 9 ലക്ഷം ഗവൺമെന്റ് ജോബാണ് NDA സർക്കാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതുമല്ല, 44 കോടി ആൾക്കാർക്കാണ് മുദ്രാ ലോൺ ഈ രാജ്യത്ത് അവരുടേതായ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആധികാരികമായിട്ട് ഡേറ്റയുള്ള കണക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, ഇവിടെ എല്ലാം സ്വർഗരാജ്യമായി എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ട് കമ്പയർ
കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ 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 ബെറ്റർ ആയിട്ട് തന്നെയാണ് മാഡം പറഞ്ഞ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ പെർഫോം ചെയ്തത് എന്ന് മാത്രമാണ് ഞാൻ ആ വിഷയത്തിനകത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒന്ന്. രണ്ട്, മാഡം തന്നെ ഇവിടെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓക്സിമോറൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. എന്താണ്, കോൺഗ്രസ് വളരെ പഠിച്ചിട്ടാണ് അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കിയെന്ന് പറഞ്ഞു. അതേ മാഡം തന്നെ പറഞ്ഞു അവർക്ക് അഥവാ ഭരണത്തിൽ വന്നാലും ഇത് എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചിട്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പഠിച്ച് അവരിത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രകടന പത്രിക കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തിനാണ് ഇത്രയും പ്രാക്ടിക്കാലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാകുന്നത്? അപ്പോൾ ഭരണത്തിൽ വരില്ല എന്ന് വളരെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് എന്തും വിളിച്ച് പറയാമല്ലോ അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാമല്ലോ. അവർക്ക് പറയുന്നതിന് എന്താണ് പ്രശ്നം? എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയാമെന്ന് പറഞ്ഞതുപോലെ മാനിഫെസ്റ്റോയിൽ അവർക്ക് എന്ത് എഴുതി വെക്കാം? അവർക്കറിയാം അവർ വരാൻ പോകുന്നില്ല. ഹാഷ്മി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നടപ്പിലാകാത്ത ഏത് വിഷയം എവിടെയുള്ള ഈ പറയുന്ന തൊഴിൽ സംബന്ധമായ വിഷയത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ കണക്കുകളാണ് ഇപ്പോൾ നിർത്തി വെച്ച് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. നിങ്ങൾക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്യൂ, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യൂ. ഞാൻ അതല്ലല്ലോ ഇവിടെ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ ഈ മാനിഫെസ്റ്റോയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഈ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചും പറയുകയാണ്. എന്താണ്, ഒരു സിനിമയിൽ ഇന്നസെന്റ് മാളയോട് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതായത് നിനക്ക് 2 വീടുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുവാണോ, ഒരെണ്ണം കൊടുക്കു വെച്ചോ. രണ്ടാമത് ചോദിക്കുന്നുണ്ട് നിനക്ക് 2 കാർ ഉണ്ടെങ്കിൽ കൊടുക്കുവാണോ, കൊടുക്കു വെച്ചോ. 2 പശു ഉണ്ടെങ്കിൽ കൊടുക്കില്ല വെച്ചോ. അതെന്താ, എനിക്ക് 2 പശു ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഭരണത്തിൽ വരില്ല എന്നറിയാന്നുള്ളത് എന്തും പറയാലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് അവിടെ ആയിട്ട് പകുത്തു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാലോ. അതിനകത്ത് ഇവിടെ പാർക്കാണ് എന്താണ് ബുദ്ധിമുട്ടിരിക്കുന്നത്? അതിന്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാന്നുള്ളതല്ലാണ്ട് വേറെ കഥയൊന്നുമില്ല അതിനകത്ത്.